friends, welcome to Lakshmi's cooking stories. ഇന്ന് ഒരു മട്ടൻ്റെ റെസിപ്പിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. കേരള സ്റ്റൈൽ നാടൻ മട്ടൻ കറി. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് മട്ടൻ കറി ഉണ്ടാക്കി തുടങ്ങാം. ആദ്യമായിട്ട് അതിന് വേണ്ട മസാലകളൊക്കെ വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു അരയില്ല ഒരു 1/4 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് പാത്രത്തിൽ. അതിലേക്ക് ഒരു 6 വറ്റൽമുളക്, ഒരു ടേബിൾ സ്പൂൺ കൊത്തമല്ലി, 2-3 കറുവാപ്പട്ട, ഒരു 2 ഗ്രാമ്പൂ, 2 ഏലക്ക, 1/2 ടീസ്പൂൺ കുരുമുളക്. ഇത്രയും ഇട്ടാണ് നമുക്ക് ഈ മസാല വറുത്ത് കോരേണ്ടത്. നല്ലതായിട്ട് വറുത്തെടുക്കാം. ഞാനിവിടെ 6 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. എരിവ് കൂടുതൽ വേണം, 1/2 കിലോ മട്ടണിന് എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് ഒരു 8 വറ്റൽമുളക് വരെ ആവാം. ഞാനിവിടെ 6 എണ്ണമേ എടുത്തിട്ടുള്ളൂ. കുരുമുളകൊക്കെ ആഡ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ നന്നായിട്ട് ഇതായിട്ട് വറുത്തെടുത്തു. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് തണുക്കാനായി മാറ്റി വയ്ക്കാം. അതേ പാത്രത്തിൽ തന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്കൊരു 1/2 കപ്പ് കുഞ്ഞുള്ളി നല്ലോണം വഴറ്റിയെടുക്കാം. നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റിയെടുക്കാം. 1/2 കപ്പ്, കുഞ്ഞു കപ്പിൽ 1/2 കപ്പ്. നല്ലോണം വഴറ്റിയെടുക്കാം. നമുക്കിത് ആ മസാലിൻ്റെ കൂടെ അരച്ചെടുക്കാനുള്ളതാണ്. നല്ലോണം വഴണ്ട് വന്നു. നമുക്കിനി ഇത് തണുക്കാൻ വയ്ക്കാം. തണുത്തിട്ട് ആ മസാലയും ഈ ഉള്ളിയും കൂടെ ഒരുമിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കാം. വറുത്ത മസാലയും ഉള്ളിയും കൂടെ ഞാൻ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഒരു പ്രഷർ കുക്കർ എടുത്തിട്ട് അതിലൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഓപ്ഷനിലാണ്, വേണമെന്നില്ല, ലാസ്റ്റിലിട്ടാലും മതി. ഞാനിപ്പോൾ ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. അതിലേക്ക് നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിരിക്കുന്ന 1/2 കിലോ മട്ടൺ കുഞ്ഞായിട്ട് നുറുക്കിയ, കുഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ഒരു പീസ് ഇങ്ങനെ, അതിലേക്ക് ഇട്ട് കൊടുക്കുക. 1/2 കിലോയാണ്. ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലോണം ഒരു ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുവാണേ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്കിട്ട് കൊടുക്കാം. മട്ടൺ പീസ് ഒരു ബ്രൗൺ കളറാവുന്നവരെ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. കളർ ചേഞ്ച് കാണുന്നുണ്ടല്ലോ. ഈ ഒരു കളർ ചേഞ്ചിലോട്ട് വരുന്നവരെ നമുക്കൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. ഒരു ലൈറ്റ് ബ്രൗണായി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മസാല, ഉള്ളിയും മസാലയും കൂടെ വറുത്ത് അരച്ചത് ഇതിലേക്ക് ഇട്ടു കൊടുക്കും. ഇനി ഇതിനെ നല്ലോണം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് തിളയ്ക്കാൻ വിടാം. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കൊരു 1/2 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് മതി. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ചു. ഇനി ഇത് കുക്കർ അടച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു 20 മിനിറ്റും കൂടെ വേവിക്കണം. അങ്ങനെ ഒരു ടോട്ടൽ ഒരു 35 മുതൽ 40 മിനിറ്റ് വരെ മട്ടൺ നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിരുന്ന് വേകട്ടെ. കുക്കറിൽ മട്ടൺ വേവുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ഗ്രേവി പ്രിപ്പയർ ചെയ്യാം. ഞാനൊരു വലിയ കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യണം. അതിലേക്ക് കുറേ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങാക്കൊത്ത്,
തേങ്ങാക്കൊത്തൊന്ന് വറുത്ത് കൊടുക്കാം. തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും തല്ലിയെടുത്തത്, രണ്ടും ഒരുമിച്ച് തല്ലിയെടുത്താൽ മതി. ഒരു 1.5 ടേബിൾ സ്പൂൺ. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് കുഞ്ഞുള്ളി ഇങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞത്, 1/2 കപ്പാണ്. നമുക്കൊരു 1/2 ടീസ്പൂൺ, നേരത്തെ മട്ടൺ വേവിക്കാൻ സമയത്ത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇപ്പം ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇതിലിടുവാണ്. നല്ലോണം വഴറ്റിയെടുക്കാം. ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ കുഞ്ഞുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ കുഞ്ഞായി നുറുക്കിയത്, പുളിയില്ലാത്ത ടൊമാറ്റോ ആയിരിക്കണം. ടൊമാറ്റോ ഇട്ടതിന് ശേഷം നല്ലോണം വഴറ്റിയെടുക്കണം. ഉള്ളിയും ടൊമാറ്റോയും നല്ലോണം വഴണ്ടിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്കൊരു 2-3 പച്ചമുളക്, എരിവില്ലാത്ത പച്ചമുളക് ഇതിന് എരിവ് കുറവാണ്, അതുകൊണ്ട് ഞാനൊരു 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും നമുക്കിട്ട് കൊടുക്കാം. നല്ല നിറമൊക്കെ കറിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിന് വലിയ എരിവില്ലല്ലോ, അതുകൊണ്ട് ഞാനൊരു 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. കറിക്ക് നല്ല കളറൊക്കെ കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഗരം മസാല 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മതിയാവും. മറ്റുള്ള റോ മസാല നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. എല്ലാം വഴറ്റിയെടുത്തു. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ മുകളിൽ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കിതൊന്ന് തീ കൂട്ടി വയ്ക്കാം. എണ്ണ ഒന്ന് മുകളിലോട്ട് തെളിഞ്ഞ് നല്ലോണം മസാലയൊക്കെ ഒരുമിച്ച് ഗ്രേവിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എണ്ണ മുകളിലോട്ട് തെളിയുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ മതിയാവും. എണ്ണയൊക്കെ ഇതാ മുകളിൽ തെളിഞ്ഞു വന്നു. ഇനി നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ച് 40 മിനിറ്റ് എടുത്ത് വേവിച്ച് വെച്ച് മട്ടൺ ഇതിലേക്ക് ആഡ് ചെയ്യാം. മട്ടൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് ഗ്രേവി കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചൂടുവെള്ളം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഗ്രേവി കുറച്ചുകൂടെ വേണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ചൂടായ വെള്ളം ഒരു 1/2 കപ്പ് മതിയാവും. അത് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഗ്രേവി നല്ലോണം എല്ലാം ഒരുമിച്ച് നല്ലോണം തിളച്ച് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യാം. ഉപ്പൊക്കെ പാകത്തിനാണ്. നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിയിൽ വെള്ളം വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. തീരെ ഗ്രേവി ആയിട്ട് വേണ്ട, കുറച്ച് തിക്കായിട്ട് മതിയെങ്കിൽ
ആ ഒരു പാകം ആവുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. നമ്മൾ കേരള സ്റ്റൈൽ മട്ടൺ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യുവാണ്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് പകരാം. അപ്പോൾ ഇന്നത്തെ മട്ടൺ കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മൾ മട്ടൺ ബീഫൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം അതിൻ്റെ കുക്കിംഗ് ടൈമാണ്. അപ്പോൾ നമ്മൾ കുക്കിംഗ് ടൈം തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ലഞ്ചിൻ്റെ കൂടെയും ഡിന്നറിൻ്റെ കൂടെയും എല്ലാം പറ്റിയ ഒരു സൈഡ് ഡിഷാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. വീണ്ടും പുതിയ കുക്കിംഗ് വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.